ദിലീപ് ടൈറ്റിൽ കാർഡ് ഉണ്ട്, ടൈറ്റിൽ കാർഡ് ഉണ്ട്. അതുപോലെ ഹലോ. അപ്പൊ നമ്മളങ്ങനെ ഭയം ഭക്തി ബഹുമാനം ദിലീപേട്ടന്റെ സിനിമ ഫസ്റ്റ് ഷോ FDFS കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ട്രിവാൻഡ്രം കൃപ തിയേറ്ററിലാണ് കണ്ടിറങ്ങിയിരിക്കുന്നത്. പടം എങ്ങനെയുണ്ട്? ദിലീപേട്ടന്റെ കംബാക്ക് ആണ്. ഇത് കംബാക്ക് 8 വർഷങ്ങൾക്ക് ശേഷം കംബാക്ക് അടിച്ചിരിക്കുകയാണ്. ഈ പടത്തിന് കംബാക്ക് കൊടുത്തില്ലെങ്കിൽ ഇനി വേറെ പടത്തിന് കൊടുക്കാൻ പറ്റൂല. അതെ, കേസിലും ജയിച്ച് കംബാക്ക് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഫെസ്റ്റിവൽ പടം, പക്കാ ഫെസ്റ്റിവൽ പടം. അഴിഞ്ഞാട്ടം. അതെ, അഴിഞ്ഞാട്ടം. ദിലീപേട്ടനും മോഹൻലാലും അഴിഞ്ഞാട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് മറ്റേ ഇങ്ങനെ അയാള് പറയാൻ പോലെ ആദ്യം ദിലീപേട്ട ഫസ്റ്റ് ഹാഫ് വരെ പൊളിക്കും. അതെ, ഫസ്റ്റ് ഹാഫ് തീർന്നതിന് മുമ്പ് ഒരാഴ്ച ഉണ്ടല്ലേ ഒരു ഇൻട്രോ ഇൻട്രോ കാണിക്കത്തില്ല, ഒരു ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് പോകും. സെക്കൻഡ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് ലാലേട്ടനും ദിലീപേട്ടനും കൂടെ അഴിഞ്ഞാടയാണ് പടം. നമ്മള് നോ ലോജിക് ഓൺലി മാഡ്നസ് ആ മോഡിൽ അവര് പറഞ്ഞത് പോലെ തന്നെയാണ്. നോ ലോജിക് ഓൺലി മാഡ്നസ്. നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ വെക്കാതെ പോയിരുന്നതും കാണുക, എങ്കിലും എല്ലാവർക്കും കണക്ട് ആവത്തുള്ളൂ. അങ്ങനെ ലോജിക് പറയാൻ പറ്റത്തില്ല. ചില കോമഡികൾ മാത്രം ലോജിക് ഇല്ലാത്ത പോലെ എടുത്ത് വെച്ചേക്കാൻ തോന്നിയാലും അത് ആ പടത്തിന്റെ അകത്തുള്ള ഒരു BGM സ്കോറിൽ വെച്ചിട്ട് അതെ ആ മൂടപ്പം മാറും. നമ്മള് മാർക്ക് ആന്റണി സിനിമയൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മൂഡ് പടം, ഫെസ്റ്റിവൽ മൂഡ് പടമാണ്. എന്തായാലും കംബാക്ക് പടമാണ്. ഇൻട്രോ ദിലീപേട്ടന്റെ ഇൻട്രോ അടിപൊളി. മറ്റേ എന്താ പറയാ ബ്രേക്ക് ദിലീപേട്ടന് ടൈറ്റിൽ കാർഡ് ഉണ്ട്, ടൈറ്റിൽ കാർഡ് ഉണ്ട്. അതുപോലെ റിയൽ OG മോഹൻലാൽ. അത് പറയാം, മോഹൻലാൽ കറക്റ്റ് നമ്മളൊരു രാവണപ്രഭു തല ആ ഒരു ടൈപ്പ് മോഹൻലാലിന്റെ ആ ഒരു ലുക്കും അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് പടം കണ്ടിട്ട് തന്നെ എത്ര വർഷമായി. ഇതില് കുറെ നമുക്ക് ആർത്തുല്ലസിക്കാൻ പറ്റിയ കുറെ മൊമെന്റ് ഉണ്ട്. അതെ, അതുപോലെ മൊമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ പടത്തില് റിയാസ് ഖാൻ ഉണ്ട് ഗൈസ്. അടിച്ച് കേറി വന്നിരിക്കുക റിയാസ് ഖാൻ ഉണ്ട്. ഇൻട്രോൾ സീനാണ് പുള്ളി വരുന്നത്. അവസാനം ഏറ്റവും ലാസ്റ്റ് ടൈലന്റിൽ ഒരു ക്യാമിയോ ഉണ്ട്. അത് ആ ടൈലന്റ് വിഷയം, മറ്റേ ബ്രേക്കിന്റെ അവിടുത്തെ വിഷയം, അതും വിഷയം, ഇൻട്രോ വിഷയം. അയ്യോ, ഇൻട്രോവലില് തന്നെ ഒരു ഫെസ്റ്റിവലാണ്. ഇൻട്രോവൽ. അതെ, വേറെ പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാരും പോയി കാണുക. സൗണ്ട് ഇല്ല, വിളിച്ച് അതെ, ഏറ്റവും ആദ്യത്തെ സീറ്റില് ഫസ്റ്റ് സീറ്റിലാണ് നമ്മൾ ഇരുന്നത്. ഇത് പിന്നെ ലാലേട്ടന്റെ എൻട്രി ഉണ്ട്, അതൊരു വിഷയം. സത്യം, മുമ്പ് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ എൻട്രി തിയേറ്ററിൽ കുലുങ്ങുന്നു. പക്ഷെ കുലുങ്ങിയ ശരിക്കും ഈ പടത്തിലാണ്. വന്നിറങ്ങും വരെ ആ മുണ്ടെടുക്കാത്ത മോഹൻലാൽ പിന്നെ എന്തിനാണല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മള് ദിലീപേട്ടനെ കണ്ട് ആ ഇന്റർവ്യൂ ബ്ലോക്ക് വരെ നമ്മളിങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അപ്പൊ ദിലീപേട്ടന് അത്ര ഓളം ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ അപ്പോഴും വിചാരിച്ച് ഈ പടത്ത് ദിലീപേട്ടൻ അത്ര ഓളം ഉണ്ടാക്കിയെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ ഒരു ഓളം എന്തോന്നായിരിക്കും. ഈ പടത്തില് വട്ടാണ്. ദിലീപ് ചെന്ന് കയറി പോണത് വട്ടിന്റെ ഉസ്താദിന്റെ മടയിലാണ്. അതാണ് ലാലേട്ടൻ. പിന്നെ ഗില്ലി യൂണിവേഴ്സ് കുഴപ്പമില്ല, അത്ര ഓവറും അല്ല പക്ഷെ അത്ര കുറവുമല്ല പടം മൊത്തത്തില്. ഗില്ലി ബാല എന്നാണ് മോഹൻലാലിന്റെ ഈ പടത്തിലെ പേര്. കേരളത്തില് ബാലേട്ടൻ എന്ന് വിളിക്കും എല്ലാരും. നിങ്ങൾ മാക്സിമം ഇത് തിയേറ്റർ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പടമാണ്. അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇനി ഫോണിലിരുന്ന് OTT ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മൂഡ് കിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു BGM ആ ഒരു ഫെസ്റ്റിവൽ ആയിട്ടിരുന്ന് നമ്മളിപ്പോ ഒരു DJ പാർട്ടിക്കല് കൺസേർട്ടിലൊക്കെ പോയിരിക്കത്തില്ലേ, ആ ഒരു മൂഡിലിരുന്ന് കാണണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. അത് നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല സ്ക്രീനിൽ ഇരുന്ന് പടം കാണും. കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല ഇവിടെ. എനിക്ക് നെഗറ്റീവ് ഇല്ല. ഞാൻ ഈ ലോജിക് ഒക്കെ നോക്കി കാണുന്ന ഒരുത്തരാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് പടം ഇഷ്ടപ്പെട്ട്.
നമ്മൾ ആ ഒരു മൂഡിലേക്ക് കയറി പോകും, നമ്മള് ട്രാൻസ് മൂഡിലേക്ക് കയറി പോകും. അതാണ് പടം. ഗണേഷ് ശങ്കർ സാധനം ഫസ്റ്റ് പടമാണ് എടുത്തു വെച്ചേക്കണെന്ന് പറയൂല. അതെ സത്യം. ഞാൻ ഇവരോട് ചോദിച്ചു ഇവന്റെ ഫസ്റ്റ് പടം തന്നെയാണ്. ഫസ്റ്റ് പടമാണെന്ന് നമുക്ക് തോന്നൂല, അങ്ങനത്തെ ഒരു പടമാണ്. അതെ, അങ്ങനെയാണ് മേക്കിംഗ്. അതെ, ഇങ്ങനെ വേണം സ്പൂഫ് അല്ലല്ലോ, ഇങ്ങനെ വേണം ഈ ഒരു ടൈപ്പ് പടം എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ആറാട്ടൊക്കെ തോന്നുന്നത് എല്ലാരും പേർക്ക് കമന്റ് ഇട്ടേക്കണം ആറാട്ടം ഈ പടത്തിന് വന്നിട്ട്. ആറാട്ടം എടിച്ച് ഓടാ തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും. എന്തായാലും അഴിഞ്ഞാടി. അതെ, അഴിഞ്ഞാടി. ഇത് കംബാക്ക്. ഇതാണ് ശരിക്കും കംബാക്ക്. അതെ, നമുക്ക് ഇത് കംബാക്ക് ഇല്ലാന്ന് പറയണമാരടുത്ത് തലയെ മുണ്ടിട്ട് ഓടിക്കോളാൻ പറയാം, അത്രേ ഉള്ളൂ. പിന്നെ താഴോട്ട് ഇറക്കാൻ കുറെ എണ്ണം നോക്കും, പക്ഷെ നടക്കൂല ഇല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ.